നമസ്കാരം. ചിന്താമണി യോഗപീഠം ചാനലിൻ്റെ രണ്ടാമത് വീഡിയോയിലേക്ക് പ്രിയമുള്ള എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ചാനലിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളും മാർഗങ്ങളും ആദ്യത്തെ വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ട്. ചിന്താമണി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ചിന്തിക്കുന്നതെല്ലാം സാധ്യമാക്കുന്നത്, അഭീഷ്ടങ്ങളെയെല്ലാം സാധിപ്പിക്കുന്നത് എന്നുള്ള വാക്കാണ്. ചിന്താമണി എന്ന പേരിൽ പുരാണങ്ങളിൽ പ്രസിദ്ധമായ ഒരു വിശിഷ്ട രത്നവും അതോടൊപ്പം തന്ത്രശാസ്ത്രത്തിൽ അതിപ്രസിദ്ധമായ ഒരു ശൈവ മന്ത്രവും ഉണ്ട്. ചിന്താമണി തന്ത്രയോഗ എന്ന് പറയുന്നത് അത്യന്ത വിശിഷ്ടമായ ഒരു പരിശീലന പദ്ധതിയാണ്. ഭാരതീയ തന്ത്രശാസ്ത്രത്തിലെ അതിവിശിഷ്ടമായ മന്ത്രാനുഷ്ഠാന പദ്ധതികൾ, പൂജാ പ്രയോഗങ്ങൾ, ഹോമകർമ്മങ്ങൾ, ഉപാസനാ വിധികൾ ഇവയും യോഗശാസ്ത്രത്തിലെ വിവിധങ്ങളായ പരിശീലന പദ്ധതികളും സമന്വയിപ്പിച്ച് ചേരുന്ന അതിവിശിഷ്ടമായ അനുഷ്ഠാനമാണ് ചിന്താമണി യോഗപീഠം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആഗ്രഹങ്ങളെല്ലാം സാധ്യമാക്കുന്ന അത്യന്ത വിശിഷ്ടമായ ഒരു പന്ഥാവ്, ഒരു മാർഗം ആണ് ചിന്താമണി യോഗപീഠത്തിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന സാധനാ വിധികൾ. ഭാരതത്തിലെ ആചാര്യന്മാരിൽ അതിപ്രശസ്തനായ പതഞ്ജലി മഹർഷി ആവിഷ്കരിച്ച അഷ്ടാംഗ യോഗ എത്രയോ നൂറ്റാണ്ടുകളായി ഭാരതത്തിൽ വളരെ വിശിഷ്ടമായ ഒരു അനുഷ്ഠാന സമ്പ്രദായമായി നിലകൊള്ളുകയാണ്. ഒരേ സമയം ഭൗതികമായ യശസ്സിനും ശാരീരികമായുള്ള ആരോഗ്യ സംവർദ്ധനവിനും ആത്മീയമായ അഭിവൃദ്ധിക്കും ഉപയോഗിക്കാവുന്ന ഒന്നാണ് പുരാതന ഭാരതീയ യോഗമാർഗം. യോഗ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മ വരിക വിവിധ യോഗാഭ്യാസ മുറകൾ അഥവാ യോഗാസന മുറകളാണ്. എന്നാൽ യോഗ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് മാത്രമല്ല. യോഗ എന്ന പരിശീലന പദ്ധതിയുടെ ആരംഭത്തിലുള്ള ബാഹ്യഭാഗമാണ് യോഗാഭ്യാസങ്ങൾ അഥവാ യോഗാസനങ്ങൾ. അതിന് ബഹിർയോഗ എന്ന് പറയും. അത് അതിവിശിഷ്ടമായ അന്തർയോഗം പരിശീലിക്കുന്ന ഒരു മനുഷ്യന് ആവശ്യമായ ശാരീരിക മാനസിക വഴക്കം ലഭിക്കുന്നതിന് മാത്രമുള്ള ഒരു പരിശീലന പദ്ധതിയാണ് യോഗാസനങ്ങൾ. അത് നിത്യവും പരിശീലിക്കുന്നതിലൂടെ മാത്രമേ മഹായോഗ അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നതിന് വേണ്ട പ്രാപ്തി നിങ്ങൾക്കുണ്ടാവുകയുള്ളൂ. പ്രത്യേകിച്ച് അലസമായ ജീവിതം നയിക്കുന്നവരും ശാരീരികമായ അധ്വാന കുറവുള്ളവരുമൊക്കെ നല്ലതുപോലെ യോഗാസന മുറകൾ പരിശീലിച്ചുകൊണ്ട് വേണം ആന്തരിക അനുഷ്ഠാനങ്ങളിലേക്ക് കടക്കാൻ. അങ്ങനെ യോഗാഭ്യാസ മുറകൾ നിങ്ങൾ പരിശീലിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ചിന്താമണി യോഗപീഠം ചാനലുകളിൽ നിങ്ങൾ അത്യാവശ്യമായി പരിശീലിക്കേണ്ട വ്യായാമങ്ങളെ പറ്റി പറഞ്ഞു പോവുകയേ ഉള്ളൂ. അത് നിങ്ങൾക്ക് എവിടെ നിന്നും പരിശീലിക്കാവുന്നതാണ്. നിങ്ങളുടെ ശരീരത്തിൻ്റെ വഴക്കം നിലനിർത്തുന്നതിന് ആവശ്യമായ യോഗാഭ്യാസങ്ങളോ മറ്റ് വ്യായാമങ്ങളോ ഉചിതമായ രീതിയിൽ പഠിച്ച് പ്രാക്ടീസ് ചെയ്യുക. ശാരീരിക വ്യായാമങ്ങൾ നമ്മളുടെ ചാനലിൽ പറയുന്നതല്ല.
അത് നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്നതാണ്. കാരണം അന്തർയോഗയുടെ ഉന്നതമായ തലവും അന്തർയോഗ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് തുടർന്നു വരുന്ന തന്ത്രശാസ്ത്രപരമായ വിവിധ അനുഷ്ഠാന പദ്ധതികളുമാണ് നമ്മൾ ചിന്താമണി യോഗപീഠം ചാനലിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് ഇതിൻ്റെ ഗുണങ്ങളെപ്പറ്റി ഈ വീഡിയോയിൽ ചുരുക്കത്തിലൊന്ന് പറയാം. നമ്മൾ ജീവിതത്തിൽ ഒരു ചിട്ടയുണ്ടായിരിക്കണം. രാവിലെ പ്രഭാതത്തിൽ എഴുന്നേൽക്കുക, ദിനചര്യാക്രമങ്ങൾ, ആഹാര സമ്പ്രദായങ്ങൾ, നമ്മളുടെ ജോലി ചെയ്യുന്നതിൻ്റെ ഊർജ്ജസ്വലത, മറ്റുള്ളവരോട് ഇടപെടുന്നതിൻ്റെ പ്രത്യേകതകൾ, വൈകുന്നേരമുള്ള നമ്മുടെ ദിനവൃത്താന്തങ്ങൾ, രാത്രിയിലെ ഭക്ഷണം, ഉറക്കം, നമ്മൾ മറ്റ് കാര്യങ്ങൾ ചെയ്യുന്നത്, ഇതെല്ലാമായിട്ട് വളരെ കൃത്യമായ ഒരു നിഷ്ഠയുമായി മുമ്പോട്ട് പോകേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ഒരു നിഷ്ഠ കൈവരിച്ചയാള് നല്ല വ്യായാമത്തിലൂടെ ശാരീരിക ക്ഷമത നിലനിർത്തണം. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിനുള്ള സാമാന്യമായ അറിവെല്ലാം ഇന്ന് എല്ലായിടത്തും ലഭ്യമാണ്. അത് ചെയ്ത് നിങ്ങളുടെ ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുക. പിന്നെ നിങ്ങളുടെ അഭീഷ്ട സിദ്ധിക്ക് വേണ്ടിയുള്ള പ്രയത്നം. നിങ്ങൾ എന്താഗ്രഹിച്ചാലും, സാമാന്യമായുള്ള എന്ത് ആഗ്രഹം നിങ്ങൾക്കുണ്ടായാലും അത് നേടിയെടുക്കുന്നതിനുള്ള അനുഷ്ഠാന പരിശീലന പദ്ധതി യോഗമാർഗത്തിലും തന്ത്രശാസ്ത്രത്തിലുമുണ്ട്. തന്ത്രശാസ്ത്രത്തിൽ പറയുന്ന മന്ത്രങ്ങളുടെ അനുഷ്ഠാനം, ഉപാസന, പൂജാകർമ്മങ്ങൾ, ഹോമകർമ്മങ്ങൾ തുടങ്ങിയ ക്രിയകളുടെ ഏകാഗ്രതയും അത് നടപ്പിലാക്കുന്നതിനുള്ള സൂക്ഷ്മമായ കഴിവും വർദ്ധിപ്പിക്കുവാനാണ് നമ്മൾ ആന്തരിക യോഗ ഉപയോഗിക്കുന്നത്. അന്തർയോഗയിൽ ഉള്ള അനുഷ്ഠാന മാർഗങ്ങൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്ത്രശാസ്ത്രപരമായി അഭീഷ്ടസിദ്ധി നേടിയെടുക്കുന്നതിനുള്ള നിങ്ങളുടെ കഴിവുകൾ പരമാവധി വർദ്ധിപ്പിക്കുക. നിങ്ങൾ ചെയ്യുന്ന തന്ത്രയോഗ അനുഷ്ഠാനങ്ങൾ വളരെ കൃത്യവും സൂക്ഷ്മവുമായി നടപ്പിലാക്കുന്നതിനുള്ള നിങ്ങളുടെ കഴിവ് വർദ്ധിപ്പിക്കുകയാണ് യോഗശാസ്ത്രത്തിലെ ഉന്നത തലങ്ങളിലെ ധ്യാനം, ധാരണ തുടങ്ങിയ അനുഷ്ഠാന മുറകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൃത്യമായി ഈ വീഡിയോ തുടർന്ന് കാണുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്ന രീതിയിൽ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്ത് ഇതിൻ്റെ സ്റ്റെപ്പുകൾ സൂക്ഷ്മമായി നോട്ട് ചെയ്ത് വെച്ച് പരിശീലനം തുടങ്ങുക. എത്ര വിഷമകരമായ ലക്ഷ്യവും നേടിയെടുക്കുന്നതിനുള്ള ഒരു ഉത്തമമായ മാർഗമാണ് ഇത്. നന്ദി, നമസ്കാരം.